നമ്മളിപ്പോ കുറച്ചു ദിവസമായില്ലേ കണ്ടിട്ട്. വേറെ ഒന്നുമല്ല, ഇവിടെയുള്ള പ്രവാസികളെ പോലെ നമ്മളും കുറച്ച് അൽക്കുലത്ത് ടെൻഷനായിട്ട് നടക്കേ. ഇപ്പൊ അതൊക്കെ റെഡിയായി വരുന്നുണ്ട്. ടെൻഷൻ എന്ന് പറഞ്ഞാൽ വൻ ടെൻഷനായിരുന്നു. വേറെ ഒന്നല്ല, നമ്മള് നാട്ടിൽ പോകുന്ന സ്വപ്നം കണ്ടിട്ട് ഇന്നേക്ക് 1 കൊല്ലവും 10 ദിവസമായി. പോരാത്തതിന് ഇന്ന് മുതൽ നമ്മളെ ഡ്യൂട്ടി ടൈം മാറി. 9 മണി മുതൽ 10 മണി വരെയാണ് പുതിയ ഡ്യൂട്ടി ടൈം. അതോടെ നമ്മൾ ഇന്ന് നേരെ പോകുന്നത് നമ്മളെ മെസ്സിലേക്ക്. നമ്മളെ രാവിലത്തെ ചായ കുടിക്കാൻ. മെസ്സിലാണെങ്കിൽ ഒന്ന് പൂരിയും ബാജിക്കറി, പിന്നെ അതിനും എല്ലാം തട്ടി നമ്മള് മെസ്സ് നാട്ടിറങ്ങി. പിന്നെ ഇതാണ് ഇവിടുത്തെ മെയിൻ ചടങ്ങ് എന്ന് പറയുന്നത്. നമ്മള് ഫുഡ് കഴിക്കണമെങ്കിൽ കുറച്ചിങ്ങോട്ട് നടക്കാണ്ട് നമ്മളെ മെസ്സിലേക്ക്. അതോ ഉള്ളു ഇവിടെ ഒരു സീൻ. പിന്നെ ആ നടത്തം കഴിഞ്ഞ് നമ്മളെ ഷോപ്പിലേക്ക് ആട്ട്. ഇവിടെ ആണെങ്കിലോ ഞാനൊരു മനസ്സക്കുട്ടീനെയും കാണുന്നു. വേറൊന്നല്ല, തുറന്ന പാടായിട്ടാന്ന് തോന്നുന്നു. പിന്നെ ഒന്ന് സ്റ്റഡി ആയിട്ട് നമ്മളെ പണിയിലേക്കാട്ട് കടന്നു. നമ്മളെ സോക്സ് ഒക്കെ ഒന്നായിട്ട് നമ്മളെ സാലഡിന്റെ മാരിയാ കിടക്കുന്നത്. ഒന്നായിട്ട് മിക്സ് ആയി കിടക്കുക. പിന്നെ അതൊക്കെ തീർത്ത് എന്താപ്പ ചെയ്യാന്നാലോചിച്ച് നടക്കുക. എനിക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തോണ്ട് നിക്കണം. എല്ലാം ഞാൻ ഉറങ്ങി വെക്കും. പിന്നെ ഞാൻ കണ്ടത് ഈ പണിയേനു. നമ്മളെ കുറച്ച് ബെൽറ്റ് ഉണ്ട്, അതിന്റെ മുകളിൽ നമ്മളെ കിണി വിട്ട് നമ്മളെ ഷെൽഫിലേക്കാട്ട് കയറ്റി. അതും തീർത്ത് നമ്മളെ ചെരുപ്പിന്റെ സെക്ഷനിലേക്കാട്ട് പോയി. ആടെ കുറച്ച് ചെരുപ്പും ആട്ട് കയറ്റി കൊടുത്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ നമ്മളെ അജ്മലും പോരാത്തതിന് നമുക്ക് ചോറയിക്കാനുള്ള ടൈമും ആയി. പിന്നെ വീണ്ടും നമ്മളെ മെസ്സിലേക്ക് തന്നെ ആട്ട ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണെങ്കിലോ എമ്പന്റെ വെയിലും മോത്തേക്ക് അടിച്ച് നിൽക്കുക. പിന്നെ വേഗം നടന്ന് മെസ്സിലേക്ക് ആട്ടെ. മെസ്സ് ഒന്ന് ചോറും അടിച്ച് നമ്മളെ റൂമിൽ പോയി ചെറിയൊരു ഉറക്കും പാസ്സാക്കി നമ്മള് പിന്നെ ഇറങ്ങി നമ്മളെ ഷോപ്പിലേക്ക്. ഷോപ്പിലെത്തിയ പാടാണെങ്കിലോ നമുക്ക് വലിയൊരു പെട്ടി നിറച്ചും ഷൂസ് ഒക്കെ വന്ന് കിടക്കുന്നു. എനിക്കാണെങ്കിലും നമ്മൾ ഉറങ്ങിയ ഉറക്കം പോയിട്ടില്ല. പിന്നെ ആ സാമാനങ്ങളൊക്കെ എടുത്ത് നമ്മളെ ഷെൽഫിന്റെ ഭാഗത്ത് ഒന്ന് ഉസാറാക്കി വെച്ചു. അങ്ങനെ നമ്മള് ആ പണിയും കഴിയും. ഇനി ഞാനിപ്പോ എന്താ ചെയ്യാ? ഇവിടെ ആണെങ്കിൽ ഒരു മനസ്സക്കുട്ടീനും കാണുന്നു. എല്ലാരും പണിക്ക് പോയി കുത്തിരിക്കാൻ. അതും പറഞ്ഞ് നാക്കെടുത്തപ്പോ ഇവിടെ ഒരു എമ്പേന്റെ തിരക്കേന്. പിന്നെ എനിക്ക് പോവാനുള്ള ടൈമും ഏത് നമ്മളെ 10 മണി. പിന്നെ നമ്മളെ ഡ്യൂട്ടിയും തീർത്ത് പഞ്ചും ചെയ്താട്ട് ഇറങ്ങി. ഈ ഡ്യൂട്ടി എന്താന്നറിയില്ല, നല്ല രസണ്ടേ. ഏത് ഷോപ്പ് കൂട്ടാട്ട് ഡ്യൂട്ടിയും കഴിഞ്ഞ് ഇറങ്ങിയത്. പിന്നെ നമ്മളെ മെസ്സിന്ന് രാത്രിക്കത്തെ ഫുഡും കഴിച്ചു ഇപ്പൊ റൂമിലേക്ക് നടക്കാണ് നമ്മളിപ്പോ. ഞാനാണെങ്കിൽ ഇന്ന് കൊറേ പ്ലാനൊക്കെ 10 മണിക്ക് ഡ്യൂട്ടി കഴിയുന്നതിനെ കൊണ്ട് അതൊക്കെ ഇപ്പൊ എനിക്ക് നടക്കുന്നു തോന്നില്ല. ഒന്നായിട്ട് വയ്യാണ്ടായിക്കണം. ഇനി റൂമിൽ പോയി ഇറങ്ങിയാ ഒക്കെ ശരിയാവും. അതുകൊണ്ട് നമ്മള് പോയി വരാം. അപ്പോ ശരി എന്നാ.